Hi dear children, welcome back to the chapter Relations and Functions. Today we are going to discuss about function. A relation f from a non-empty set A to a non-empty set B is a function if every element of the set A has one and only one element in the set B. In other words, a function is a relation from a non-empty set A to a non-empty set B such that the domain of F is the set A and no two distinct ordered pair have the same first elements. റിലേഷൻ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റുകളെയാണ് റിലേഷൻ എന്ന് പറയാം. അങ്ങനെയുള്ള റിലേഷനിൽ ഫങ്ഷൻ ആവണമെങ്കിൽ ആ റിലേഷനിലെ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണോ റിലേഷൻ പോകുന്നത് ആ സെറ്റിലെ എല്ലാ എലമെൻസുകൾക്കും അപ്പുറത്തുള്ള സെറ്റിൽ ഇമേജുകൾ ഉണ്ടാവണം. മാത്രമല്ല കറക്റ്റ് ഒന്ന് കൂടാനും കുറയാൻ പറ്റില്ല. കറക്റ്റ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ പോകുന്നതെങ്കിൽ എയ്ത്തെ എല്ലാ എലമെൻസുകൾക്കും ബിയിൽ ഒരു ഇമേജ് ഉണ്ടാവണം. ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒന്നിലേറെ ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കണം. കോഡൊമെയിൻ നമുക്കറിയാം ബി ആയിരിക്കുന്നില്ലേ. ഡൊമെയിൻ എ ആയിരിക്കണം. ഡൊമെയിൻ എ എന്ന് പറഞ്ഞാൽ ഏത്തെ എല്ലാ എലമെൻസും ഡൊമെയിൻ നമ്മൾ പറഞ്ഞു. ഡൊമെയിൻ എങ്ങനെയാണ്? ഓർഡേഡ് പേഴ്സിലെ ഫസ്റ്റ് എലമെൻസുകളുടെ സെറ്റിന് ഡൊമെയിൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻ ഫസ്റ്റ് എലമെൻസുകളൊക്കെ വരണം എ എന്നുള്ള സെറ്റിലെ. എല്ലാ എലമെൻസുകൾക്കും ഇമേജ് ഉണ്ടാവണം. ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാവാനും പാടില്ല. അങ്ങനെ വരുന്ന റിലേഷനെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. എഫ് എന്നുള്ളത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫങ്ഷനാണ്. അങ്ങനെയാണ് എങ്കിൽ ആ ഫങ്ഷനിൽ എ ബി എന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. എത്തെ എല്ലാ എലമെൻസുകൾക്കും ബിയിൽ ഒരു ഇമേജ് ഉണ്ടാവും. ഒന്നുണ്ടാവണം, ഒന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എത്തെ എല്ലാ എലമെൻസുകൾക്കും അവിടെ ഇമേജ് ഉണ്ടാവണം. ഒരാൾക്കും തന്നെ ഒന്നിൽ കൂടുതൽ ഇമേജ് അവിടെ ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ എലമെൻ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റിനെ റിലേഷൻ എന്ന് പറയാം. ആ റിലേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷനും എ ക്രോസ് ബി പോലെ ഓർഡേഡ് പേഴ്സ് ആയിരിക്കും. ഈ എലമെൻ്റ് എയിൽ നിന്നും ഈ എലമെൻ്റ് ബിയിൽ നിന്നായിരിക്കും. എ എന്നുള്ള എലമെൻറ്റിൻ്റെ ഇമേജ് ആണ് ബി. അതുകൊണ്ട് ബി എന്ന എലമെൻ്റിൻ്റെ പ്രീ ഇമേജ് ആണ് എ അണ്ടർ എഫ്. എഫ് എന്നൊരു ഫങ്ഷൻ പ്രകാരം എ എന്നുള്ള എലമെൻറ്റ് ബി ആയി മാറി. സോ വി ക്യാൻ റൈറ്റ് ആസ് എഫ് ഓഫ് എ ഈക്വൽ ടു ബി. എയുടെ എഫ് ഓഫ് ബിക്ക് ഈക്വൽ ആണ്. എഫ് എന്നുള്ളൊരു ഫങ്ഷൻ എ എന്നുള്ളതിനെ ബി ആക്കി മാറ്റി എന്ന ഒരു മാപ്പിംഗ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള മാപ്പിംഗ്. ഓരോ എലമെൻറ്റിൻ്റെയും ഇമേജ് ആണ് അപ്പുറത്ത് വരിക. ഓടെ പേർ ഫസ്റ്റ് എലമെൻറ്റ്സ്, പിന്നെ സെക്കൻഡ് എലമെൻറ്റ്സ്. ഫസ്റ്റ് വരുന്ന എലമെൻസിൻ്റെ ഇമേജ് ആയിരിക്കും സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് ആയിരിക്കും ഫസ്റ്റ് എലമെൻറ്റ്. എല്ലാ എലമെൻസുകൾക്കും ഇമേജ് ഉണ്ടാവണം. എവിടെ നിന്ന് എവിടേക്കാണോ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട. എയിൽ നിന്ന് ബിയിലേക്കാണ് എങ്കിൽ എയ്ത്തെ എല്ലാ എലമെൻസുകൾക്കും ബിയിൽ ഇമേജ് ഉണ്ടാവണം. മാത്രമല്ല ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒന്ന്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 9, 10, 11, 12 and b equal to 4, 5, 6. A relation from A to B is given by R equal to set order pair 12, 5, 9, 4, 11, 4, 10, 6 and 9, 5. A relation is given. Is this relation a function from A to B? Why? എ എന്ന സെറ്റിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ തന്നിരിക്കുന്നു. റിലേഷൻ ആവാൻ എന്തായാൽ മതി? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയാൽ മതി. ഇവിടുത്തെ എലമെൻറ്റ്സ് ആദ്യം, ഇവിടുത്തെ എലമെൻറ്റ് രണ്ടാമതും എഴുതിയാൽ എ ക്രോസ് ബിയിൽ ഒരുപാട് ആളുകൾ കിട്ടും അല്ലേ? ഇവിടെ 1, 2, 3, 4, 1, 2, 3. ഇവിടെ 3 എലമെൻറ്റ്, ഇവിടെ 4 എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ 3 × 4 12 എലമെൻറ്റ് എ ക്രോസ് ബിയിൽ ഉണ്ടാകും. അത് 12ഉം എഴുതിയാൽ അതിൻ്റെ പേര് എ ക്രോസ് ബി എന്നാകും. 12ഉം എഴുതിയാലേ എ ക്രോസ് ബി പറയാൻ പറ്റുള്ളൂ. 12ൽ കുറവാണ് എങ്കിൽ
അതിന് നമുക്ക് റിലേഷൻ, അതിൻ്റെ സബ്സെറ്റ് അല്ലേ, അപ്പോൾ റിലേഷൻ എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷനാണ് തന്നിരിക്കുന്നത്. ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ്. ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്ന് ബിയിലേട്ടാണ് ഇവന് അവിടെ ഇമേജ് ഉണ്ടാവണം, ഇതിനുണ്ടാവണം, ഇതിനും 4 ആളുകൾക്കും ഇമേജ് ഉണ്ടാവണം, ഒന്നിലേറെ ഉണ്ടാവാൻ പാടില്ല. 9 ഇവിടെ ഇമേജ് 9 4 ഉണ്ട്, ഓക്കെ. 10 ഇവിടെ ഉണ്ടാവണം, 10 6 ഉണ്ട്. 11 ഉണ്ടാവണം, 11 4 ഉണ്ട്. 12 ഉണ്ടാവണം, 12 5 ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ എലമെൻസുകൾക്കും അവിടെ ഇമേജ് ഉണ്ട്. എന്നാൽ 9 എന്നുള്ളതിന് ഇവിടെ 5 ഒരു ഇമേജ് ഉണ്ട്, 9 എന്നുള്ളതിന് 4 ഇമേജ് ഉണ്ട്. ഇവിടെയുള്ള 9 എന്ന എയിലെ എലമെൻറ്റിന് ബിയിൽ 2 ഇമേജുകളുണ്ട്. എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം, മാത്രമല്ല 1 കറക്റ്റ്, കൂടാനും കുറയാൻ പറ്റില്ല, എക്സാക്ട്ലി 1 ഇമേജ് ആയിരിക്കണം അപ്പുറത്ത്. അപ്പോൾ 9-ന് 4 അല്ലാതെ 9-ന് 5 എന്നൊരു ഇമേജ് കൂടെ ഉണ്ട്. ഇതിലെ 9 എന്ന എലമെൻറ്റിന് ഒന്നിലേറെ ഇമേജ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ഫങ്ഷൻ അല്ല. കാരണം എന്താ? 9-ന് 2 ഇമേജ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ 9,5 ഇല്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഉണ്ട് ഓരോന്ന് വീതം, ഓക്കെ. ഇനിയിപ്പോൾ ഈ 9 4 ഇല്ല എന്ന് കരുതിക്കോ, അപ്പോഴും പറ്റും. എന്താകും? അത് റിലേഷൻ എന്തായി മാറും? ഫംഗ്ഷൻ ആവും എല്ലാ ആളുകൾക്കും. ഇവിടെ ഫംഗ്ഷനിലാക്കാൻ കാരണം 9-ന് 4 എന്ന ഇമേജ് ഉണ്ട്, 9-ന് 5 എന്ന ഇമേജും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല, ഓക്കെ. ഓക്കെ, അടുത്തതാ R2 ഈക്വൽ ടു വേറൊരു റിലേഷൻ. ഇതിൽ തന്നെ R2 ഈക്വൽ ടു 9 5 10 6 12 6. ഇത് ഒരു ഫംഗ്ഷൻ ആണോ? എന്താണ് കാരണം? ഫംഗ്ഷൻ ആണെങ്കിൽ ഇവരെല്ലാവർക്കും അവിടെ ഇമേജ് ഉണ്ടാവണം, ഒന്നിലേറെ ഉണ്ടാവാൻ പാടില്ല. 9-നുണ്ട് 5 അല്ലേ, 10-നുണ്ട് 6, 12-നുണ്ട് 6, 11-നില്ല. 11-ന് ഒരു ഇമേജ് അവിടെ ഇല്ല. എല്ലാ ആളുകൾക്കും ഉണ്ടാവണം, ഒന്നിലേറെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഈ 3 ആളുകൾക്കുണ്ട്, 11-ന് അവിടെ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. ഇവിടെ 11-ന് ഇവിടുത്തെ ഒരു നമ്പർ ഏതായിക്കോട്ടെ ഇങ്ങനെ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഇതെന്തായി? ഫംഗ്ഷനായി. ചുരുക്കി പറഞ്ഞാൽ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടാണ് വരുന്നത് എങ്കിൽ ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ട്? 4 എലമെൻ്റ്. ആ 4 എലമെൻറ്റും ഫസ്റ്റ് ഒരു ഓർഡർ പേരിൽ ഫസ്റ്റുകൾ ഉണ്ടാവണം. കറക്റ്റ് 4 ബ്രാക്കറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. മാത്രമല്ല ഫസ്റ്റ് എലമെൻ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 9 10 11 12. 9-ന് ബ്രാക്കറ്റ് വേണം, 10-ന് വേണം, 11-ന് 12 വേണം. ഏതെങ്കിലും 4 കാര്യമില്ല. ഇപ്പം ഇതില്ല, 11,4 ഇല്ല, പകരം 12 5 ഇത് 12 5 എന്ത് സംഭവിക്കും? ബ്രാക്കറ്റ് 4 ഉണ്ടോ? എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും ബ്രാക്കറ്റ് ഇതിലുണ്ടാവണം. മാത്രമല്ല അത് 4ഉം ഫസ്റ്റ് എലമെൻ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവന് വരണം ഒരു ബ്രാക്കറ്റിൽ തുടക്കം, വേറെ ബ്രാക്കറ്റിൽ ഇതുണ്ടാവണം, വേറെ ബ്രാക്കറ്റിൽ ഇതുണ്ടാവണം, വേറെ ബ്രാക്കറ്റിൽ ഇതുണ്ടാവണം. 4 ബ്രാക്കറ്റ്. 5ാമതൊരു ബ്രാക്കറ്റ് അവിടെ ഉണ്ടായാൽ അതിനർത്ഥം ഇതിൽ ഏതെങ്കിലും ഒന്ന് വീണ്ടും വന്നു എന്നല്ലേ. എന്നാൽ 4 കറക്റ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ 11 മാറി ഇവിടെ 10 ആണെങ്കിലോ 10-ന് 6 എന്നൊരു ഇമേജ്, 10-ന് 4 എന്ന വേറെ ഇമേജ്. അപ്പോൾ 10 2 പ്രാവശ്യം വന്നു. മാത്രമല്ല 11 വന്നില്ല. അപ്പോൾ ഫംഗ്ഷൻ ആണോ അല്ലേ നോക്കണമെങ്കിൽ ഈ എല്ലാ ആളുകളും 4 ആളുകൾ 4 ബ്രാക്കറ്റിൽ കറക്റ്റ് ഓരോ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവണം. പിന്നെ രണ്ടാമത് വരുന്ന ആളുകൾ ഇവിടുത്തെ ആളുകളാണ്. ഇവിടെയുള്ള ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ 4ഉം 5ഉം 6ഉം ഉണ്ട്. 5 ഇവിടെ ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. ഇനിയിപ്പോൾ ഈ 4 വന്നില്ല, ഇവിടെയും 5 ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി സെക്കൻഡ് വരുന്ന എലമെൻറ്റ്സ് ഒക്കെ ഒരേ നമ്പർ ആയാലും കുഴപ്പമില്ല. 5 തീരെ വന്നില്ല, 6 വന്നില്ല, 4 മാത്രമുള്ളെങ്കിലോ ഇവിടെയും ഇവിടെയൊക്കെ 4 ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ റിപ്പീറ്റേഷൻ പാടില്ല, ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കുറച്ച് ആരോടേകനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫംഗ്ഷൻ ഏതാണ്, ഫംഗ്ഷൻ അല്ലാത്ത ഏതാണെന്ന് പറയുമ്പോൾ നോക്ക്. എയിൽ നിന്ന് ബിയിലേട്ടാണ് റിലേഷൻ. 1 2 3 4 5 XYZN. 1-ൽ നിന്ന് എക്സിലോട്ട്, 2-ൽ നിന്ന് വൈയിലേക്ക്, 3-ൽ നിന്ന് സെഡിലേക്ക്, 4-ൽ നിന്ന് സെഡിലേക്ക്, 5-ൽ നിന്ന് പോയിട്ടില്ല. ഇത് ഫംഗ്ഷൻ ആണോ അല്ലയെന്ന് തിരിച്ചറിയാനുള്ള മാർഗം
ഇതിനെ ബ്രാക്കറ്റിൽ ഓഡേഡ് പെയർസ് ആക്കി എഴുതിയാൽ, നമ്മൾ പറഞ്ഞു ഓഡേഡ് പെയർ ആക്കി ക്രമജോഡികളാക്കി എഴുതിയാൽ എഴുത്ത് എല്ലാ ആളുകൾക്കും അപ്പുറത്ത് ഇമേജ് ഉണ്ടാവണം, മാത്രമല്ല ഒന്നിലേറെ ഉണ്ടാവാൻ പാടില്ല. ഇവനുണ്ട്, 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 ഇവനില്ലല്ലോ. അപ്പോൾ 5 കോമ എന്ന് ഒരു ബ്രാക്കറ്റിൽ എഴുതാൻ അവിടെ 5-ന് ഇമേജ് ഇല്ല, അതുകൊണ്ട് 5-ന് എന്തില്ല, ഇമേജ് ഇല്ല, അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇനി അടുത്തതാ 1 2 3 4 5 ആണ്, XYZ N ആണ്. 1-നുണ്ട്, 2-ക്കുണ്ട്, 3-ക്കുണ്ട്, 4-ക്കുണ്ട്, 5-നുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. എന്നാൽ 3-ൽ നിന്നും 2 ആരോ മാർക്ക് പോയിരിക്കുന്നു. 3-ന്ന് വൈയിലോട്ടും 3-ൽ നിന്ന് സെഡിലോട്ടും. അപ്പോൾ ഇത് ഓർഡർ പെയർ ആക്കുമ്പോൾ ബ്രാക്കറ്റിലാക്കുമ്പോൾ 1Z 2, X 3, Y വരും അല്ലേ. പിന്നെ 3, Z വരും. അപ്പോൾ 3-ക്ക് Y ഇമേജ് ഉണ്ടാവും, 3-ക്ക് Z ഇമേജ് ഉണ്ടാവും. 3 എന്ന ഒരാൾക്ക് 2 ഇമേജ് വരും, അതുകൊണ്ട് ഇതെന്താവൂല, ഫംഗ്ഷൻ ആവൂല. എല്ലാ ആളുകൾക്കും ഇമേജ് ഉണ്ടാവണം. ഇവിടെ എല്ലാ ആളുകൾക്കും ഇമേജ് ഇല്ല, അതുകൊണ്ടാണ് ഫംഗ്ഷൻ അല്ലാത്തത്. ഇവിടെ എല്ലാ ആളുകൾക്കും ഇമേജ് ഉണ്ട്, പക്ഷേ 3 എന്ന എലമെന്റിന് ഒന്നിലേറെ ഇമേജ് ബിയിലുണ്ട്. ദ എലമെന്റ് 3 in the set A has more than one image in the set B. That is why this is not a function. Okay. ഇനി എൽ ബിയിലോട്ട് എല്ലാ ആളുകൾക്കും ഇമേജ് ഉണ്ട്. ഇവിടുന്ന് ഒന്നേ പോയിട്ടുള്ളൂ, ഇവിടുന്ന് ഇവിടെ ഒരാൾക്ക് വന്നിട്ടില്ല, അത് കുഴപ്പമില്ല. ഇവിടെ നിന്നും ആരോ മാർക്കുകൾ പോവണം, എല്ലാ നമ്പേഴ്സിൽ നിന്നും പോകണം. ഇവിടെ എല്ലായിടത്തും എത്തണമെന്നൊന്നുമില്ല, ഇവിടുന്ന് എല്ലായിടത്തും പോകണം. ഒരു എലമെന്റ്സിലേക്ക് പോകാൻ പറ്റും, ഒരു എലമെന്റിലേക്ക് പോകാൻ പാടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഈ കൂർപ്പ് വന്നാൽ ഇവിടെ 2 സ്ഥലത്തേക്ക് പോയി എന്നല്ല അർത്ഥം. അപ്പൊ ഇവിടെ ഓരോരുത്തുനിന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ, എവിടേക്കും പോകാം. ഇപ്പൊ ഈ 1-ഉം 2-നും 3-നും 4-നും 5-നും ഒക്കെ സെഡിലേക്ക് വന്നോട്ട് ഒരു കുഴപ്പമില്ല. എക്സിലേക്കും വൈയിലേക്കും എന്നിലേക്കും വരാതെ എല്ലാം സെഡിലേക്ക് മാറിയാലും കുഴപ്പമില്ല, ഫംഗ്ഷൻ ആകും. ഇവിടെ നിന്നും പോകുമ്പോൾ ഓരോരുത്തരേ പോകാൻ പാടുള്ളൂ. ഇവിടുന്ന് 1 വേറൊരു സ്ഥലത്തേക്ക് ആരോ മാർക്ക് പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണ് ഫംഗ്ഷൻ ആണോ എല്ലാം തീരുമാനിക്കുക. സോ ഇത് ഫംഗ്ഷൻ ആണ്, എല്ലാ ആളുകൾക്കും അപ്പുറത്ത് ഇമേജ് ഉണ്ട്, കറക്റ്റ് ഒരു ഇമേജ് ആണ്, അതുകൊണ്ട് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ, an arrow diagram is given. Is this relation R from M to K a function? Write this relation in the roster form. Write the set builder form of this relation. Find the domain, codomain and the range of this relation. റിലേഷൻ നിന്നിരിക്കുന്നു, ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ കാരണം എഴുതണം. അതിൻ്റെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോം എഴുതണം. ഡൊമൈന്, കോഡൊമൈന്, റേഞ്ച് കാണും. നോക്കാം. 4-ൽ നിന്നും വന്നിരിക്കുന്നു, 4-ന് ഇമേജ് ഉണ്ട്, ഇവന് ഇമേജ് ഉണ്ട്, ഇവനും എല്ലാ ആളുകൾക്കും ഇമേജ് ഉണ്ടല്ലോ. ഒരാൾക്കും തന്നെ ഒന്നിലേറെ ഇമേജ് ഇല്ല. 10-ൽ നിന്നും ഒരു ആരോ മാർക്കേ പോയിട്ടുള്ളൂ. 10 നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആവില്ല. ഇവിടെ നിന്ന് എല്ലാ നമ്പേഴ്സിൽ നിന്നും ആരോ മാർക്ക് പോവണം, ഒന്നിലേറെ ആരോ മാർക്ക് പോവാനും പാടില്ല. ഒന്നിലേറെ പോയാൽ അതിൻ്റെ ബ്രാക്കറ്റ് ഓടെ പെയർ എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റിൻ്റെ ഫസ്റ്റ് എലമെന്റ്സ് റിപ്പീറ്റ് വരും. അപ്പോൾ ഇത് ഫംഗ്ഷനാണ്. എന്താ കാരണം? every element in the set M has image, one and only one image in the set K. So function ആണ്. എങ്കിൽ ഇതിൻ്റെ റോസ്റ്റർ ഫോം ചെയ്താ 4,16 അല്ലേ, 4,16. അടുത്തത് 5-ന് 25, 5-ന് 25, 9-ന് 81, 9,81, 10-ന് 100, 10,100. ഇതാണ് ആ റിലേഷൻ്റെ റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോമാ. സെറ്റ് ബിൽഡർ ഫോം ഇസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈസ് അല്ലേ, എല്ലാ എക്സ് വൈകളുമാണ്. ഓരോ ഓർഡേഡ് പെയറും എക്സ് വൈകളായിട്ട് പറയാം. ഫസ്റ്റത്തെ ആളുകളൊക്കെ ഈ സെറ്റിൽ നിന്നും, രണ്ടാമത്തെ എലമെന്റ്സുകളൊക്കെ ഈ സെറ്റിൽ നിന്നാണ്. സോ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഒക്കെ ഇവിടുന്ന എക്സുകളൊക്കെ എമ്മിലെ എലമെന്റ്സാണ്, പിന്നെയോ വൈകളൊക്കെയോ കെയിലുള്ള എലമെന്റാണ്. എന്ത് പ്രത്യേകതയാണ്? ഇതിൻ്റെ സ്ക്വയർ അല്ലത്, ഈ നമ്പറിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, ഈ സെറ്റത്തെ ആളുകളുടെയൊക്കെ സ്ക്വയറുകളാണ് അപ്പുറത്തുള്ളത്. സോ എക്സുകളൊക്കെ സ്ക്വയർ ചെയ്തിട്ടാണ് വൈ ഉണ്ടായിരിക്കുന്നത്. വൈ ഉണ്ടായത് തന്നെ എങ്ങനെ? രണ്ടാമത്തെ ആൾ ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റിന്റെ സ്ക്വയർ. സോ വൈ ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റിന്റെ സ്ക്വയർ. y equal to x square, x belongs to m and y belongs to k. ഇതാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഇനി ഡൊമൈൻ എഴുതണം അല്ലേ.
കോഡൊമൈൻ എഴുതണം, റേഞ്ച് എഴുതണം. ഡൊമൈൻ ഈക്വൽ ടു 1 4 5 9 10. ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇത് മുഴുവൻ ഡൊമൈൻ ഉണ്ടാകും. ഓക്കെ, സോ ഡൊമൈൻ വരുന്നത് 4 5 9 10 ഇതാണ് ഡൊമൈൻ വരുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്സ്. സെക്കൻഡ് വന്നാൽ 16 25 81 100 ഇത്രയുമാണ് റേഞ്ചിലുള്ളത്. 20 റേഞ്ചിലില്ല. ആരോ മാർക്ക് എവിടേക്ക് വന്നോ, എവിടെ നിന്നും ആരോ മാർക്ക് പോയോ അതാണ് ഡൊമൈൻ. എവിടേക്ക് ആരോ മാർക്ക് വന്നോ അതാണ് റേഞ്ച്. ഫംഗ്ഷന്റെ കാര്യത്തിൽ എല്ലായിടത്തും ആരോ മാർക്ക് പോകും, അപ്പോഴല്ലേ ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ ഫംഗ്ഷന്റെ കാര്യത്തിൽ ഡൊമൈൻ പറഞ്ഞാൽ ഈ സെറ്റ് തന്നെയാണ്. റേഞ്ച് ഇതിലെ ആരോ മാർക്ക് എവിടേക്കൊക്കെ വന്നത് 20ലേക്കുള്ള ബാക്കി 4 ഉണ്ട്. കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് മുഴുവനാണ്. സെറ്റ് കെ അല്ലെങ്കിൽ 20 81 100 16 20 25. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let n be the set of all natural numbers. A relation R on n is given by R equal to set of all ordered pair xy such that y equal to 2x, where x and y belongs to n. Write the roster form of this relation. Find the domain, codomain and range. Is this relation a function? ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതണം, ഡൊമൈനും കോഡൊമൈനും റേഞ്ച് ചെയ്തിട്ട് ആ റിലേഷൻ ഫംഗ്ഷൻ ആണോ നോക്കണം. റിലേഷൻ ഓൺ എൻ, നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പറിലേക്കാണ്. 1 2 3 എക്സെട്ര എന്നതിൽ നിന്നും 1 2 3 എക്സെട്രയിലേക്കാണ് റിലേഷൻ പോകുന്നത്. എന്നിൽ നിന്നും എന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ n ക്രോസ് n കാണും. എന്നും എന്നും തമ്മിലെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ വരിക? 1ഉം 1ഉം 1 1 അല്ലേ, 1 2 1 3 1 4 1 5 1 6 അവസാനിക്കൂല, അങ്ങനെ പോകും. പിന്നെ അത് കുറേ പോയി 1 കഴിഞ്ഞിട്ട് നമ്മൾ 2 അടങ്ങാണല്ലോ, 2 1 2 2 2 3 2 4 2 5 അങ്ങനെ പോകും. അതും അവസാനിക്കില്ല. ഏതെങ്കിലും ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റും ഇൻഫൈനൈറ്റ് ആവും. ഓക്കെ, അങ്ങനെയുള്ള ക്രോസ് പ്രൊഡക്റ്റിൽ നമ്മളെ റിലേഷൻ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തത്. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു 2x. എക്സിൻ്റെ ഡബിൾ ആണ് y. ആദ്യം വരുന്നതിൻ്റെ ഡബിൾ ആണ് രണ്ടാമത് വരുന്നത്. ആദ്യത്തെ ഏതാണോ അതിൻ്റെ ഡബിൾ രണ്ടാമത്തെ. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ n ക്രോസ് എന്നിൻ്റെ സബ്ബാണ് നമ്മളെ റിലേഷൻ. 1 1 ഇതിലുണ്ടാവില്ല. 1 1 കൊടുത്ത് ആദ്യത്തിൻ്റെ ഡബിൾ പിന്നെ വരണം. അപ്പോൾ 1 ഇവിടെ വന്നാൽ അവിടെ 2 വരണം. ഇനി 1 2 1 3 ഉണ്ടാവില്ല. 1ൻ്റെ ഡബിൾ അപ്പുറത്ത് വന്നു. 1ന് ആകെ ഒരു ഡബിൾ അല്ലേ 2, അപ്പോൾ 1 2 കഴിഞ്ഞു. ഇനി 2ലാലേക്കാം. 2 1 ഇതിൻ്റെ ഡബിൾ അവിടെ വരണം. അപ്പോൾ 2 ആരാ? 2 1 2 2 ഉണ്ടാവില്ല. 2 3 ഉണ്ടാവില്ല. 2 4 ഉണ്ടാവുള്ളൂ. 3ക്ക് ആര് വരിക? 6. 4ന് 8 അല്ലേ, 5ന് 10. അതങ്ങനെ പോകും, അവസാനിക്കും. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എല്ലാ ആളുകൾക്കും ഡബിളുണ്ട്. ഇതിൽ നിന്നും അതിലേക്ക് തന്നെയാണ് റിലേഷൻ പോകുന്നത്. എല്ലാ ആളുകൾക്കും ഡബിളുണ്ട്, എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഒരു എലമെൻറ്റിനും 2 ഡബിളില്ല. 5ൻ്റെ ഡബിൾ 10. 5ന് വേറെ ഡബിൾ ഉണ്ട് കരുതി നോക്കാം. 5ൻ്റെ ഡബിൾ 10 ഉണ്ട്, 5ൻ്റെ ഡബിൾ 8 കരുതിക്കോ. അപ്പോൾ 5 10 5 8 വരും. അപ്പോൾ 5 റിപ്പീറ്റ് ചെയ്യും. 5ന് 2 ഇമേജുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഫംഗ്ഷൻ ആവില്ല. പക്ഷേ 5ന് ആ ഒരു ഇമേജ് ഒരു ഡബിൾ അല്ലേ ഉള്ളൂ. എല്ലാ എലമെൻസിനും ഒരു ഇമേജ് ഒരു ഡബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് എലമെൻറ്റുകൾ 3 വന്നാൽ പിന്നെ 3 വരില്ല. 3ക്ക് 6 ഇനി 3ക്ക് വേറെ 5 9 വരില്ല. 4ന് 8 മാത്രമേ ഉള്ളൂ. 4ന് 10 വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യില്ല. ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്താൽ അതിനർത്ഥം ആ എലമെൻറ്റ് 2 ഇമേജ് ഉണ്ടെന്നല്ലേ, അല്ല 3 ഇമേജ് എന്നല്ല അർത്ഥം. അത് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതെന്താണ്? ഒരു ഫംഗ്ഷനാണ്. ഇനി ഡൊമൈൻ ഈക്വൽ ടു, ഡൊമൈൻ ഏതാ? ഫസ്റ്റ് എലമെൻറ്റ്സ് 1 2 3 4 എക്സെട്ര, അതേതാ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ n അല്ലേ. പിന്നെ റേഞ്ചോ 2 4 6 8 ഡബിൾസ് അല്ലേ വരിക. നാച്ചുറൽ നമ്പറിൻ്റെ ഡബിൾ 2 4 6 8 എക്സെട്ര, അതേതാ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ. സോ റേഞ്ച് ഈക്വൽ ടു ഈവൻ നാച്ചുറൽ നമ്പർ. കോഡൊമൈന് എവിടെ നിന്ന് എവിടേക്കാ? എന്നിൽ നിന്നും എന്നിലേക്ക് തന്നെയല്ലേ. എവിടേക്കാണോ അതാണ് കോഡൊമൈൻ. സോ എന്നിലേക്കാണ് കോഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ n ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് ഫംഗ്ഷൻ്റെ ഡൊമൈന് അല്ലെങ്കിൽ റേഞ്ച് അല്ലെങ്കിൽ ഡൊമൈനും റേഞ്ചും കാണാൻ പോകാം. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു മോഡ് x മോഡുലസ് x അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x.
ഡൊമെയിനും റേഞ്ചുമാണ് കാണാൻ പോകുന്നത്. ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എ ക്രോസ് ബി ബി ക്രോസ് സി, അതിൻ്റെ സബ്സെറ്റിനാണ് റിലേഷൻ എന്ന് പറയാം. അങ്ങനെയുള്ള റിലേഷനിലെ സ്പെഷ്യലായിട്ടുള്ള റിലേഷനാണ്, പല കണ്ടീഷനും അനുസരിക്കുന്ന റിലേഷനെയാണ് ഫംഗ്ഷൻ എന്ന് പറയാം. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണണം. സാധാരണ നമ്മൾ ഓർഡേഡ് പെയർ തരുമ്പോൾ, ഓർഡേഡ് പെയേഴ്സ് തരുമ്പോൾ ഡൊമൈനും റേഞ്ച് ചെയ്തെങ്ങനെ, ഫസ്റ്റ് എലമെൻസുകളെ മാത്രം ഒരു സെറ്റിൽ ചെയ്താൽ ഫസ്റ്റ് എലമെൻസുകളുടെ സെറ്റ് അതാണ് ഡൊമൈൻ, സെക്കൻഡ് എലമെൻസുകളുടെ സെറ്റാണ് റേഞ്ച്. പിന്നെ എവിടേക്കാണോ ഫംഗ്ഷൻ പോകുന്നത്, റിലേഷൻ പോകുന്നത്, ആ സെറ്റ് മുഴുവനാണ് കോഡൊമൈൻ അല്ലേ. ഇവിടെ ഇങ്ങനെയാണ് ഫംഗ്ഷൻ നിൽക്കുന്നത്. ഇതിലെവിടെ തുടങ്ങുന്ന ആളുകൾ കിട്ടിയാലേ ഡൊമൈന് പറയാൻ പറ്റുള്ളൂ. റേഞ്ച് എവിടേക്കാണോ പോകുന്നത് അതാണ്, ഏതാണ് അതിൻ്റെ ഇമേജുകളായി വരുന്നത്, ആ ഇമേജുകളുടെ കളക്ഷൻ എന്ന് പറയാം റേഞ്ച് എന്നും പറയാം. ഓക്കെ, 7,5 ഒരു ഓർഡേഡ് പെയറാണ്, ഫംഗ്ഷനിലെ ഒരു എലമെൻ്റ് ആണ് എങ്കിൽ ഇതിൻ്റെ എഫ് ഓഫ് ആണ് അത്. 7 എന്നുള്ളതിൻ്റെ എഫ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ പ്രകാരം അത് 5 ആയി മാറി. അതിനെ നമുക്ക് എഴുതാം 7ന്റെ എഫ് ഓഫ് ആണ് 5 എന്ന് എഴുതാം. -2,15 ഒരു എലമെൻ്റ് ആണ് ഫംഗ്ഷനെങ്കിൽ -2 എന്നതിൻ്റെ എഫ് ഓഫ് ആണ് ആ 50 എന്ന് പറയാം. ഇതിൻ്റെ എഫ് ഓഫ് ആണത്, ഇതിൻ്റെ ഇമേജ് അത്, അതിൻ്റെ പ്രീ ഇമേജ്. സോ എക്സ് കോമ വൈ എന്നുള്ളത് ഒരു ഓർഡേഡ് പെയർ, ഇതിൻ്റെ എഫ് ഓഫ് ആണ് അത്, എക്സിൻ്റെ എഫ് ഓഫ് ആണ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. വൈ തന്നെയാണ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് തന്നെയാണ് വൈ. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് വൈ ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാം വൈ ഈക്വൽ ടു മോഡ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ അല്ലേ വൈ, അപ്പോൾ എഫ് ഓഫ് എക്സിന് വൈ എന്ന് എഴുതാം. വൈ ഈക്വൽ ടു മോഡ് എക്സ്, ഇതാവട്ടെ നമ്മളെ ഫംഗ്ഷൻ, വൈ തന്നെ എഫ് ഓഫ് എക്സ് ഇടാ. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ്റെ എലമെൻസുകൾ എഴുതാൻ പോകും, നിരത്തി എഴുതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് എലമെൻസുകൾ എങ്ങനെയാണ്, സെക്കൻഡ് എലമെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ ഡൊമൈനും റേഞ്ചിൻ്റെ പ്രത്യേകത മനസ്സിലാവും. ഈ എക്സുകളുടെയൊക്കെ മോഡുലസ് എടുത്താൽ അതാണ് വൈ ആവുക. വൈ എന്ന് പറഞ്ഞാൽ എക്സുകളുടെ മോഡുലസ്. എക്സുകൾ ഏത് കൊടുക്കാൻ പറ്റുമോ, ഫസ്റ്റ് വരുന്നത് ഇവിടെ വരുന്നതിന് ഫംഗ്ഷൻ പ്രകാരം ഇവിടേക്ക് എത്തുക. ഈ ഒരു ഫംഗ്ഷൻ പ്രകാരം വൈ ഈക്വൽ ടു മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ പ്രകാരം ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻ്റായിട്ട് മാപ്പ് ചെയ്യുക, അതാണ് ശരിക്കൊരു ഫംഗ്ഷൻ. അതാണ് ഇവിടെ ഓർഡർ പെയറായിട്ട് വരുന്നത്. എക്സ് 0 ആണെന്ന് കരുതാം. എക്സ് 0 ആയാൽ വൈക്ക് എന്ത് സംഭവിക്കും, പുട്ട് എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 കൊടുത്താൽ വൈ ഈക്വൽ ടു എന്താവുന്നോ, മോഡ് 0. മോഡ് 0യുടെ മോഡ് എന്താ, ഒരു സംഖ്യൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ഒറിജിനിൽ നിന്നും 0-ൽ നിന്നും എത്ര അകലെയാണെന്നാണ്. 0-ന്റെ മോഡ് എത്ര, 0 തന്നെയല്ലേ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈ 0. എക്സിന് 1 കൊടുക്കുക. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് 1 ആക്കുമ്പോൾ വായിച്ചാൽ വൈ ഈക്വൽ ടു മോഡ് 1. മോഡ് 1 എത്രയാണ്, 1 തന്നെയാണ്. 2 കൊടുത്ത് നോക്കാം. എക്സ് 2 ആകുമ്പോൾ വൈ ഈക്വൽ ടു മോഡ് 2, എത്ര കിട്ടുക, 2 തന്നെ കിട്ടുക. -1 കൊടുത്ത് നോക്കാം. എക്സിന് -1 കൊടുത്താൽ വൈ ഈക്വൽ ടു മോഡ് -1. -1ന്റെ മോഡുലസ്. -1 എത്ര അകലെയാണ് 0-ൽ നിന്ന്, 1 അകലം അല്ലേ. അകലം ഓൾവേസ് പോസിറ്റീവിൽ പറയാം. ഓക്കെ, അപ്പോൾ -1ന്റെ മോഡ് +1 ആണ്. -2ന്റെ മോഡോ +2. 1.4 ആണ് എങ്കിൽ അതിൻ്റെ മോഡ് എന്താ, 1. ഒരു നമ്പറിൻ്റെ മോഡ് ആ നമ്പർ തന്നെ ആയിരിക്കും, പോസിറ്റീവിൽ എടുത്താൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ തന്നെയാണ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് 0 ആണെങ്കിൽ 0 തന്നെ. അപ്പോൾ എല്ലാ നമ്പറുകൾക്കും മോഡുലസ് കണ്ടാൽ ഏത് നമ്പറിനും മോഡുലസ് നമുക്ക് എഴുതാം. പോസിറ്റീവിൻ്റെ മോഡ് ആ പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവിൻ്റെ മോഡോ അതിനെ പോസിറ്റീവ് ആക്കി എഴുതിയാൽ കിട്ടും. പിന്നെ 0യുടെ മോഡ് 0 ആണ്. എല്ലാ നമ്പറിനും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, മോഡ് കാണാൻ പറ്റും. അപ്പോൾ ഈ റിയൽ ലൈനിൽ എല്ലാ നമ്പേഴ്സിനും എന്തുണ്ട്, മോഡുലസ് ഉണ്ട്. അതിൻ്റെ മോഡുലസ് എന്തായി മാറും, 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആവും. നെഗറ്റീവുകളുടെ മോഡും പോസിറ്റീവുകളുടെ മോഡും പോസിറ്റീവാണ്. 0യുടെ മോഡോ അത് 0 ആണ്. ഇനി ഫസ്റ്റ് എലമെൻസിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. നമ്മൾ കൊടുക്കുന്ന വിലകളാണ് ഫസ്റ്റ് എലമെൻറ്റ്സ്. ഇതിൽ ഏത് വാല്യൂസും നമുക്ക് കൊടുക്കാം. ഏത് വാല്യൂ കൊടുത്താലും അതിനെ പോസിറ്റീവായിട്ട് അപ്പുറത്തൊരു ഇമേജ് 0 ആണെങ്കിൽ 0 ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് എലമെൻറ്റ് ഏതും വരാം. സോ ഡൊമൈന്
ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ ടീമാണ്, ഏതും കൊടുക്കാം, ഇവിടെ ഏതും കൊടുക്കാം. അപ്പോൾ 1 0 2 3 4 5 മൈനസ് എല്ലാം വരും. അപ്പോൾ ഡൊമെയിന് റിയൽ നമ്പറാണ്. പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ടാമത് വരുന്ന അല്ലേ, ബ്രാക്കറ്റിൽ രണ്ടാമത് വരുന്ന ആളാണ് റേഞ്ച്. ഇവിടെ ഏത് കൊടുക്കുന്നോ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റുകയാണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് ആക്കും, പോസിറ്റീവ് കൊടുത്താലും പോസിറ്റീവ് ആക്കും, 0 കൊടുക്കുമ്പോഴോ 0 ആക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പുറത്ത് രണ്ടാമത്തെ y കോർഡിനേറ്റ് നെഗറ്റീവ് കിട്ടില്ല. നമ്മൾ നെഗറ്റീവ് കൊടുത്തോ മോഡുലസ് എടുത്ത് പോസിറ്റീവ് മാറും, പോസിറ്റീവ് കൊടുത്തോ അപ്പോഴും പോസിറ്റീവ്, 0 കൊടുത്താലോ അപ്പോഴും 0 ആയി മാറും. അപ്പോൾ നമുക്ക് 0 കിട്ടും പോസിറ്റീവ്, നമുക്ക് നെഗറ്റീവ് കിട്ടില്ല. നെഗറ്റീവിന് പോസിറ്റീവിൻ്റെ ഒക്കെ മോഡുലസ് പോസിറ്റീവാണ്. സോ നമ്മൾക്ക് കിട്ടുന്ന രണ്ടാമത് വരുന്ന ഓരോ ബ്രാക്കറ്റിലും രണ്ടാമത് വരുന്ന സംഖ്യകൾ നെഗറ്റീവ് അല്ലാത്തവരായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് പറയാനായിട്ടില്ല, കാരണം 0 കൂടി കിട്ടും. അപ്പോൾ 0 ഉൾപ്പെടെയുള്ള 0 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലാത്തത്, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പോയിന്റ് മുതൽ അങ്ങോട്ട് മുഴുവൻ. അപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി, 0 കിട്ടും ഇൻഫിനിറ്റി എത്തില്ല. റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഏതും വരാം അല്ലേ, നെഗറ്റീവ് വരില്ല. കൊടുക്കാൻ പറ്റുന്ന ആളുകളെയാണ് ഡൊമെയിന്, കിട്ടുന്ന ആളുകളെ റേഞ്ച് എന്നും പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഡൊമെയിന്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് ഓഫ് 0. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ y ഈക്വൽ ടു ഒരു f of x ഈക്വൽ ടു മൈനസ് മോഡ് എക്സ്. ഡൊമെയിനും റേഞ്ചും കാണും. മോഡ് എക്സിന് നമ്മൾ കണ്ടു, മൈനസ് മോഡ് എക്സ് ആണ്. കൊടുക്കാൻ പറ്റുന്ന വിലകളൊക്കെ ഡൊമെയിനും കിട്ടുന്ന വിലകളൊക്കെ റേഞ്ചിൽ വരും. എക്സിന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതാ y ഈക്വൽ ടു മൈനസ് മോഡ് 0, മൈനസ് ഇടാ മോഡ് 0 എന്നാൽ 0, മൈനസ് 0 എന്നതാ 0 ആണ്. അപ്പോൾ 0 കൊടുത്താൽ 0 കിട്ടും. ഓക്കെ, 1 കൊടുത്തു നോക്കാം. എക്സ് 1 ആകുമ്പോൾ വായിച്ചാൽ y ഈക്വൽ ടു മൈനസ് മോഡ് 1, മൈനസ് അവിടെ വെക്കുക, ആ മൈനസ് അവിടെ നിർത്തുക. 1ൻ്റെ മോഡ് 1 ആണ്. സോ മൈനസ് 1 വരുമ്പോൾ മൈനസ് 1. അപ്പോൾ നമ്മൾ 0 കൊടുത്താൽ 0 കിട്ടും, 1 കൊടുത്താൽ മൈനസ് 1 കിട്ടും. 2 കൊടുത്ത് നോക്കാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, കൊടുക്കുന്ന വിലകളെ മോഡുലസ് എടുക്കുക എന്നിട്ട് മൈനസ് ആക്കാണ്, അതാണ് ഫംഗ്ഷൻ. മൈനസ് മോഡ് എക്സ് ആണ്. എക്സുകളൊക്കെ മോഡുലസ് ആക്കിയതിന് ശേഷം മൈനസ് കൊടുക്കുക. 2 കൊടുക്കുമ്പോഴോ y ഈക്വൽ ടു മൈനസ് മോഡിൻ്റെ ഉള്ളിൽ 2, ഈ മൈനസ് മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 കൊടുത്താൽ മൈനസ് 2. ഇനി മൈനസ് 2 കൊടുത്ത് നോക്കാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2, മൈനസ് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y ഈക്വൽ ടു ഈ മൈനസും മോഡും എക്സും അല്ലേ, മൈനസ് മോഡ് എക്സാ, മൈനസും മോഡും ഇട്ട് എക്സിൻ്റെ വാല്യൂ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇതല്ലേ എക്സിൻ്റെ വാല്യൂ, ഈ മൈനസ് അവിടെ നിന്നോട്ടെ, ബ്രാക്കറ്റിൻ്റെ ആ മോഡുലസിൻ്റെ പുറത്തുള്ള മൈനസ് ഇട്ടു. ഇനി മോഡ് മൈനസ് 2 എത്രേ? മോഡ് മൈനസ് 2 പറഞ്ഞാൽ 2 അല്ലേ. കൊടുക്കുന്ന വിലകളോടൊക്കെ പോസിറ്റീവ് ആക്കി എടുത്താൽ നമുക്ക് അതിൻ്റെ മോഡുലസ് കിട്ടും. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്താണ്? 2 ആണ്. ഈ മൈനസ് ആണ് ഇവിടെ കിടക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് 2 ആണ്. മൈനസ് 2 കൊടുത്തപ്പോൾ അവിടെ മൈനസ് 2 കിട്ടി. ഏത് നമ്പർ കൊടുത്താലും മോഡുലസ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും, അല്ലെങ്കിൽ 0 ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷമാണ് മൈനസ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും ഒക്കെ നമുക്ക് പോസിറ്റീവ് കിട്ടും. ഒരു സമയത്ത് 0 കൊടുക്കുമ്പോൾ 0യും കിട്ടും. അപ്പോൾ മൈനസ് ഓഫ് മോഡ് എക്സ് ആണെങ്കിൽ കൊടുക്കുന്ന വിലകൾ ഏതും കൊടുക്കാം, ഡൊമൈനിലെല്ലാം പറ്റും. ഇതാണ് ഡൊമൈൻ, ഫുള്ള് ഏതും കൊടുക്കാം. കൊടുക്കാൻ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ഡൊമൈൻ ഒഴിവാകുള്ളൂ. ഏതും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഡൊമൈന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നമുക്ക് കിട്ടുന്ന വിലകളുടെ പ്രത്യേകത, ആ കൊടുക്കുന്ന വിലയെ മോഡുലസ് എടുത്തതിന് ശേഷം നെഗറ്റീവ് കൊടുക്കുന്ന, മോഡുലസ് എടുക്കുന്നതോടുകൂടി ആ സംഖ്യ എന്തായി? നോൺ നെഗറ്റീവായി, 0 ആയി അല്ലെങ്കിൽ പോസിറ്റീവായി. ശേഷം നെഗറ്റീവ് കൊടുക്കുമ്പോഴോ ആ പോസിറ്റീവുകളൊക്കെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ നെഗറ്റീവായി കയറും. ഒരു സന്ദർഭത്തിൽ 0യും കിട്ടും. അപ്പോൾ 0യും കിട്ടും, പോസിറ്റീവായിട്ട് ശേഷം നെഗറ്റീവ് കൊടുക്കൂലേ, ആ 0യും അതിൻ്റെ താഴത്തെല്ലാം കിട്ടും. സോ ഡൊമൈൻ ഈക്വൽ ടു, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. പക്ഷെ റേഞ്ച് എന്താ വരിക? റേഞ്ച് ഈക്വൽ ടു ഈ -4, ഇത് ഈ അറ്റതാ മൈനസ് ഇൻഫിനിറ്റി മുതൽ എവിടം വരെ വരും? 0 വരെ. ഒരു സമയത്ത് 0 കിട്ടും, അവിടെ ക്ലോസ് ചെയ്യുക, ഇവിടെ ഓപ്പൺ. മൈനസ് ഇൻഫിനിറ്റി ടു 0, 0ൻ്റെ അവിടെ ക്ലോസ് ചെയ്യുക. കാരണം ഒരു പ്രത്യേക സന്ദർഭത്തിൽ 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇതാണ് ഡൊമൈനും റേഞ്ചും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. f of x ഈക്വൽ ടു x² + 6, ഡൊമൈനും റേഞ്ചും കാണും.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സ്ക്വയർ ചെയ്തതിന് ശേഷം 6 കൂട്ടാണ്. ഏത് വില കൊടുക്കാൻ പറ്റുമോ ആ കൊടുക്കാൻ പറ്റുന്ന വിലകളൊക്കെ ഡൊമൈനിൽ വരും. 0 കൊടുത്ത് നോക്കാം, എക്സ് 0 ആക്കാം. അപ്പോൾ എന്തേലും വൈ ഈക്വൽ ടു ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 6. 0 കൊടുക്കുമ്പോഴോ 0 സ്ക്വയർ പ്ലസ് 6 അല്ലേ, 0 സ്ക്വയർ പ്ലസ് 6, 0 സ്ക്വയർ 0 ആണ്, 6 കിട്ടും. അപ്പോൾ 0 കൊടുത്താൽ 6 കിട്ടും അല്ലേ. അപ്പോൾ 0 6 ആ റിലേഷനിൽ ഉണ്ടാകും, ആ ഫംഗ്ഷൻ റിലേഷൻ ഉണ്ടാവും അല്ലേ. എക്സിന് 1 കൊടുത്ത് നോക്കാം, 1 കൊടുത്താൽ വൈ എന്ത് സംഭവിക്കും? സ്ക്വയർ ചെയ്തിട്ട് 1 കൂട്ടുക, സ്ക്വയർ ചെയ്തിട്ട് 6 കൂട്ടുക അല്ലേ. 1ന്റെ സ്ക്വയർ 1 ആണ്, പ്ലസ് 6 പറയുമ്പോൾ 1 + 6 7 വരും. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 7. 2 കൊടുത്ത് നോക്കാം, എക്സ് 2 ആകുമ്പോൾ വൈ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 6, 4 + 6 10. 2 കൊടുത്താൽ 10 കിട്ടും. ഇനി -1 കൊടുത്ത് നോക്കാം, എക്സ് -1 ആണെങ്കിൽ സ്ക്വയർ ചെയ്യുക 6 കൂട്ടുക, -1നെ സ്ക്വയർ ചെയ്യുക 6 കൂട്ടുക, അതാണ് വൈ. സ്ക്വയർ ചെയ്താൽ 1 + 6 7 കിട്ടും. നമ്മൾ കൊടുക്കുന്ന വിലയെ സ്ക്വയർ ചെയ്യുന്നതോട് കൂടി ഏത് വിലയും നമ്മൾ കൊടുത്തു നോക്കുക. ഏതൊക്കെ വിലകൾ? ഒന്നുകിൽ പോസിറ്റീവുകൾ അല്ലെങ്കിൽ നെഗറ്റീവുകൾ, അല്ലെങ്കിൽ 0. ഇതല്ലേ ഒരു സംഖ്യകളുള്ളൂ. പോസിറ്റീവുകൾ കൊടുത്താലും നെഗറ്റീവുകൾ കൊടുത്താലും 0 കൊടുത്താലും അതിനെ സ്ക്വയർ ചെയ്തിട്ട് 6 കൂട്ടില്ലേ. സ്ക്വയർ ചെയ്യുന്നതോട് കൂടി ആ സംഖ്യകളൊക്കെ എന്താകും? നോൺ നെഗറ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ 0 ആണ് സമയത്ത് 0, അല്ലാത്ത സമയത്തൊക്കെ പോസിറ്റീവ്. നെഗറ്റീവിൻ്റെ സ്ക്വയറും പോസിറ്റീവിൻ്റെ സ്ക്വയറൊക്കെ പോസിറ്റീവ് അല്ലേ. ഒരു സന്ദർഭത്തിൽ 0 ആവും 0 കൊടുക്കുമ്പോൾ. അപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് 6 കൂട്ടാണ്. ഏത് നമ്പർ കൊടുത്താലും സ്ക്വയർ ചെയ്യുന്നതോട് കൂടി എന്താവും? നോൺ നെഗറ്റീവ് ആവും. 0 അല്ലാത്ത സമയത്ത് പോസിറ്റീവ് അല്ല. അപ്പോൾ 0 ഏത് കൊടുത്താലും 0 ആയോ നെഗറ്റീവോ പോസിറ്റീവ് ഏത് കൊടുത്താലും സ്ക്വയർ ചെയ്യുന്നതോട് കൂടി അത് പോസിറ്റീവ് അല്ലെങ്കിൽ 0, നെഗറ്റീവ് അല്ലല്ലോ. അങ്ങനെ 0 അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് 6 കൂട്ടിയാൽ 0 ആണെങ്കിൽ നമുക്ക് 6 കിട്ടും. അല്ലാത്ത സമയത്തൊക്കെ ആ സ്ക്വയർ ചെയ്യുന്നതോട് കൂടി ഈ സംഖ്യ 0 അല്ലെങ്കിൽ പിന്നെ ഏത് വരിക? സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചെറിയൊരു അല്ലേ, 0ന്റെ തൊട്ടപ്പുറത്ത് ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, പ്ലസ് 6. 6ഉം ഒരു സംഖ്യയും 6നേക്കാൾ വലുതാണ് കിട്ടുക. 0 കൊടുത്താൽ മാത്രം നമുക്ക് 6 കിട്ടും. 0നേക്കാൾ കുറച്ച് വലിയ ചെറിയൊരു ഇൻക്രിമെൻ്റ് ഉള്ള സംഖ്യ കൊടുത്താൽ 0 പോയിന്റ് സംതിങ് കിട്ടും. ഏതും കൊടുക്കാൻ നമുക്ക് പറ്റും. നെഗറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് കൊടുക്കുക. കിട്ടുന്ന വിലൻ്റെ പ്രത്യേകത ആ സംഖ്യയെ സ്കോർ ചെയ്തിട്ട് 6 കൂട്ടുന്ന. സ്കോർ ചെയ്യുന്നതോട് കൂടി എന്താവും? നെഗറ്റീവാണ് പോകും, പിന്നെ 6 കൂട്ടല്ലേ. അപ്പോൾ ഉത്തരം ഒരു സമയത്ത് 0 കൊടുത്താൽ 0 സ്ക്വയർ കിട്ടില്ലേ, 0 സ്ക്വയർ 0 അല്ലേ. ആ 0ഉം 6ഉം പാടെ 6 ആകും. അല്ലാത്ത സമയത്ത് ഒരു സംഖ്യൻ്റെ സ്ക്വയർ ആ 0നേക്കാൾ വലുതാ കിട്ടുക, അതിക്ക് 6 കൂട്ടുമ്പോൾ 6നേക്കാൾ വലുതാ കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6നേക്കാൾ വലുതായിരിക്കും. ഒരു പ്രത്യേക സന്ദർഭത്ത് 6 കിട്ടും. 6ഉം അതിൻ്റെ മുകളിലേക്ക് മുഴുവൻ കിട്ടും, 6നേക്കാൾ കുറഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഡൊമൈനും റേഞ്ചും, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതും കൊടുക്കാൻ പറ്റും. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വിലയാണ്. കിട്ടുന്ന വില പറഞ്ഞാൽ 6 കിട്ടും, 6നേക്കാൾ വലുതും കിട്ടും. 6ഉം 6.7 7 പോയിന്റ് അങ്ങനെ പോകും. അതുകൊണ്ട് റേഞ്ച് ഇൻ്റർവെൽ എടുക്കാം 6 to ∞. 6 കിട്ടും, അവിടെ ക്ലോസ് ചെയ്യുക. ഇൻഫിനിറ്റിന് അവിടെ റീച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ ഓപ്പണും കൊടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x-5. ഇതിൻ്റെ ഡൊമൈൻ കാണുക. ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന വിലകളുടെ സെറ്റ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വിലകളുടെ സെറ്റാണ്. ഇവിടെ 1/x-5 ഇവിടെ നമ്മൾ ഏതൊക്കെ വില കൊടുക്കാൻ പറ്റും എന്ന് കാണുന്നതിലേറെ നല്ലത് ഏതൊക്കെ വില കൊടുക്കാൻ പറ്റില്ല എന്ന് നോക്കാം. ഡിനോമിനേറ്റർ വന്നാൽ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആക്കുന്ന ആളെ അല്ലാത്ത എല്ലാം നമുക്ക് കൊടുക്കാം. ഒരു ന്യൂമറേറ്ററും അംശവും ഛേദവും വന്നാൽ ഛേദത്തിൽ 0 വരുന്ന സംഖ്യ ഏതാണോ അത് കണ്ടെത്തണം. താഴെ 0 വരാൻ പാടില്ല. താഴെ 0 വരുന്ന സംഖ്യ കണ്ടെത്താൻ എന്ത് ചെയ്യുക? ഇതിനെ 0ത്തോട് ഇക്വേറ്റ് ദ ഡിനോമിനേറ്റർ 0 ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ എക്സ്. x-5 ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 0 + 5. എക്സ് ഈക്വൽ ടു 5. എക്സിന് 5 കൊടുക്കുമ്പോഴാണ് ഇത് 0 ആക്കുക, താഴെ 0 ആവുക. 5 കൊടുത്തു നോക്കാം. 1/5 - 1/0. താഴെ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ താഴെ 0 വരുന്ന ആളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുക. അല്ലാത്ത വിലകളൊക്കെ കൊടുക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് എക്സിന് 5 കൊടുക്കുമ്പോഴാണ് പ്രശ്നം. 5 അല്ലാത്തൊന്നും കുഴപ്പമില്ല. 5 അല്ലാത്തതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ റിയൽ ലൈനിൽ എല്ലാം കൊടുക്കാം എക്സെപ്റ്റ് 5.
സോ ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 5. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡൊമൈൻ ഈക്വൽ ടു, ഇത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാ, അതിന് ഒരു എലമെന്റ് കുറക്കണം. ഇത് ഒരുപാട് എലമെന്റ് ഉണ്ട്. 5 എന്ന എലമെന്റ് ആണ് പ്രശ്നം. അതുകൊണ്ട് ആ 5 എന്ന എലമെന്റ് ആ സെറ്റിൽ നിന്ന് ഒഴിവാക്കുക. 3 എലമെന്റ്സുകൾ എഴുതി 5 അല്ലാതെ മുഴുവൻ എഴുതൽ നടക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ മൊത്തം എലമെന്റ്സുകളെ നമ്മൾ 6 കൊണ്ട് സൂചിപ്പിക്കും സെറ്റിനെ. അതിൽ നിന്ന് 5 എന്ന ഒരൊറ്റ പോയിന്റ് മാറ്റുക. ഇതാ R മൈനസ് സെറ്റ് 5, ഇതാണ് അതിന്റെ ഡൊമൈൻ. ഓക്കെ, എന്താ അടുത്ത്? ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു f of x ഈക്വൽ ടു 2x plus 1 by x plus 23. ഇതിന് ഡൊമൈനാണ്. ഏതൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് ഫുൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഏത് കൊടുക്കാൻ പറ്റൂല അതാണ് ഒഴിവാക്കിയാൽ മതി. ഡിനോമിനേറ്റർ കനോട്ട് ബി 0, താഴെ 0 വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഒഴിവാക്കിയാൽ, എത്ര ആളുണ്ട് അത്രയാണ് ഒഴിവാക്കിയാൽ നമുക്ക് ഡൊമൈനായി. സോ ടു ഫൈൻഡ് ദ ഡൊമൈൻ, ഇക്വേറ്റ് ദ ഡിനോമിനേറ്റർ ടു 0 ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ഇവിടെ ഡിനോമിനേറ്റർ 0 ആക്കുന്ന x plus 23 0. Therefore x equal to 0 minus 23. എക്സിന് -23 കൊടുത്തോക്കാം. ഇവിടെ താഴെ മാത്രം -23 + 23 0 അല്ലേ? അപ്പോൾ ഇവിടെ 0 ആക്കുന്ന ആളാരാ? -23. അതല്ലാത്തതൊന്നും ഒരു കുഴപ്പമില്ല, അതിന് മാത്രമേ 0 ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം, ബാക്കിയുള്ളതൊക്കെ കൊടുക്കാം. സോ ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ ആരെ ഒഴിവാക്കാൻ? -23 ആണ് ഒഴിവാക്കുക. ഇതാണ് ഡൊമൈൻ. ഓക്കെ, R മൈനസ് സെറ്റ് -23. അടുത്ത ഫംഗ്ഷൻ y ഈക്വൽ ടു 8x by 5x minus 1. ഡൊമൈൻ കാണാം, ഡിനോമിനേറ്റർ 0 ആക്കാം. 5x minus 1 ഈക്വൽ ടു 0. Therefore 5x ഈക്വൽ ടു -1 അങ്ങോട്ട് +1. x ഈക്വൽ ടു 1/5 അല്ലേ? 5 അപ്പുറത്തോട്ട് പോകുമ്പോൾ ബൈ ആവും. എക്സിന് 1/5 കൊടുത്താലേ പ്രശ്നം. ഇവിടെ 1/5 കൊടുത്തോക്കാം. 5 × 1/5 അല്ലേ? 5ഉം 5ഉം കട്ട് ചെയ്താൽ ബാക്കി 1 ആ. അങ്ങനെ 1 - 1 0 വരും. അപ്പോൾ 1/5 ആണ് പ്രശ്നക്കാരൻ. അതല്ലാത്തൊക്കെ നമുക്ക് ഡൊമൈൻ എടുക്കാം. സോ ഡൊമൈൻ ഈക്വൽ ടു R മൈനസ് 1/5. 1/5 ആണ് റിയൽ നമ്പർ എന്ന് ചോദിക്കും. 3 പോകുന്ന എലമെന്റ്സുകളിൽ നിന്ന് 1/5 എന്നുള്ള ഒരൊറ്റ പോയിന്റ് ഒഴിവാക്കിയാൽ ഡൊമൈൻ സെറ്റാവും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ കൺസെപ്റ്റുമായി തിരിച്ചിരും. ഓക്കെ.